നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം പുണർദം നക്ഷത്രത്തെ കുറിച്ചാണ്. പുണർദം നക്ഷത്രക്കാരുടെ തിരുവോണ വർഷ ഫലമാണ് പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2026 ഓഗസ്റ്റ് മുതൽ 2027 ഓഗസ്റ്റ് വരെയുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങൾക്കിപ്പോൾ വ്യാഴത്തിന്റെ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ വ്യാഴം 2026 ഓഗസ്റ്റ് മുതൽ 2027 ജൂൺ വരെ വ്യാഴം 2-ലാണ് നിൽക്കുന്നത്. അതിനുശേഷം വ്യാഴം 3-ാം സ്ഥാനത്തേക്ക് മാറുന്നതാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. സ്വർണമൊക്കെ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തില് നല്ലൊരു അന്തരീക്ഷമൊക്കെ സൃഷ്ടിക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കുവാനും ഒക്കെയുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് സംസാരം കൊണ്ട് ലാഭം ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് ഈ 2026-2027. നിങ്ങൾക്ക് ഇപ്പോൾ ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ലെങ്കിലും ഇനി അങ്ങോട്ട് പ്രത്യേകിച്ച് ജൂൺ മാസം കഴിയുമ്പോഴേക്കും ബാങ്ക് ബാലൻസ് ഒക്കെ കിട്ടുന്നതാണ്. കുടുംബത്തിലെ വിവാഹമൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. വിവാഹമാകാതിരുന്നവരുടെ വിവാഹത്തിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ശനിയുടെ സ്ഥാനം 10-ാം ഭാവത്തിലായതുകൊണ്ട് കർമ്മസ്ഥാനത്താണ് ഇപ്പോൾ ശനി നിൽക്കുന്നത്. ശനിയിൽ ജോലി സ്ഥിരതയൊക്കെയാണ് നമ്മൾ കാണുന്നത്. പ്രൊമോഷനൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. ഗവൺമെന്റ് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അതും നടക്കുന്ന ഒരു സമയമാണ്. അധ്വാനത്തിന് ഫലം കിട്ടുന്ന ഒരു മാസമാണ്. എന്നാൽ ക്ഷമയോടെ അധ്വാനിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ജൂൺ മാസത്തിന് ശേഷം നിങ്ങൾക്ക് അധ്വാന ഫലം കിട്ടുന്നതാണ്. അധ്വാനമൊക്കെ കൂടുമെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള ഒരു ഫലം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്നുള്ളതാണ്. ഈ ജൂൺ മാസം ആവുമ്പോഴേക്കും വ്യാഴം 3-ാം ഭാവത്തിലേക്ക് മാറുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ധൈര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. എന്തും നേരിടാനൊക്കെയുള്ള ഒരു ശക്തി നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പല മേഖലകളിലും പ്രവർത്തിക്കുവാനുള്ള ഒരു താല്പര്യമൊക്കെ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സേനകളിലൊക്കെ പോകാനായിട്ടുള്ള ഒരു പ്രവണത നിങ്ങൾ കാണിക്കുന്നുണ്ട്. സഹോദര സഹായമൊക്കെ നിങ്ങൾക്ക് വരുന്നതാണ്. യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകുന്നതാണ്. കലാകായിക രംഗത്തുള്ളവർക്കൊക്കെ ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് എഴുത്ത് മേഖലയിലൊക്കെയുള്ളവർക്ക് ഗുണമുണ്ടാകുന്നതാണ്. മീഡിയയിൽ നിന്നൊക്കെ നേട്ടം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. നിങ്ങൾ എന്തിനെയോ പേടിച്ചിരുന്നതിന്റെയൊക്കെ പേടിയൊക്കെ മാറി നിങ്ങൾ സധൈര്യം മുന്നോട്ട് പോകുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ രാഹുവിന്റെ സ്ഥാനം 8-ൽ നിൽക്കുന്നത് കൊണ്ട് ഗുണപരമായ നേട്ടം എന്ന് പറയുന്ന പാരമ്പര്യമായിട്ടുള്ള സ്വത്തൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. ഇൻഷുറൻസ് തുകയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ഗവേഷണം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യുവാൻ പറ്റുന്ന ഒരു സമയമാണ്. പെട്ടെന്നുള്ള ഭാഗ്യങ്ങൾ വരുന്നുണ്ട്. എന്നാൽ കുറച്ച് കോട്ടങ്ങളൊക്കെ ഈ സമയത്ത് സംഭവിക്കുന്നുണ്ട്. ശനി 10-ൽ നിൽക്കുന്നതുകൊണ്ട് അമിതമായിട്ടുള്ള ഒരു ജോലിഭാരമൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. മേലുദ്യോഗസ്ഥരുടെയൊക്കെ അപ്രീതി പിടിച്ചു പറ്റാനൊക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഉത്തരവാദിത്വമൊക്കെ നിങ്ങൾക്ക് കൂടുന്ന ഒരു സമയമാണ്. വീട്ടുകാരോടൊത്ത് ചെലവഴിക്കാനുള്ള ചില സമയങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ രാഹു 8-ൽ നിൽക്കുന്നത് കൊണ്ട് പെട്ടെന്നുള്ള രോഗമൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ചില രഹസ്യങ്ങളൊക്കെ പുറത്താവാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ടൊക്കെ രഹസ്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് സൂക്ഷിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ദേഷ്യം നിയന്ത്രിക്കുകയും ഉറക്കക്കുറവിന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കുകയും ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ചില കടുംപിടുത്തങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ സംസാരം കൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ്. അമിതമായിട്ടുള്ള ചെലവുകളൊക്കെ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. നിങ്ങൾ 2026 ഓഗസ്റ്റ് മാസവും 2027 ജൂൺ മാസവും ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പണം വരുന്നതാണ്. ഈ പണം വരുമ്പോൾ 2027 ജൂണില് ചില ചിലവുകളൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പണം വരുമ്പോൾ അത് ശേഖരിച്ചു വയ്ക്കാനും അത് കൃത്യമായിട്ട് വിനിയോഗിക്കാനും നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ശനി 10-ലായത് കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ജോലി ഉറപ്പാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. പക്ഷെ ടെൻഷനൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ജോലിഭാരമൊക്കെ ഉണ്ടാവുന്നതാണ്. ഗവൺമെന്റ് ജോലിയൊക്കെ ലഭിക്കുന്നതാണ്. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ടെൻഷനുകളൊക്കെ ഉണ്ടാവുന്നുണ്ട് ഈ ജോലി മൂലം. അത് വലിയ കാര്യമാക്കേണ്ട. പക്ഷെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങൾക്കൊരു വരുമാനവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ബാങ്കിങ്, ടീച്ചിങ് ഒക്കെ നല്ല ഒരു മേഖലയാണ് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ. നിങ്ങളുടെ പഠനത്തിന് വളരെ നല്ലൊരു വർഷമാണ്. വ്യാഴം നല്ല സ്ഥിതിയിലാണ് നിൽക്കുന്നത് കൊണ്ട് പഠിക്കാൻ പറ്റിയൊരു സമയമാണ്. വിദേശ പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്കും സ്കോളർഷിപ്പോട് കൂടി പഠനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതൊക്കെ നടക്കുന്നതാണ്. പക്ഷെ ശനിയുടെ ഒരു അപഹാരം ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് മടി വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇതിനുള്ള പരിഹാരങ്ങളെല്ലാം നമ്മൾ അവസാനം പറയുന്നുണ്ട്. പണം മുടക്കിയുള്ള പരിഹാരമല്ല,
പണം മുടക്കാതെ നമ്മൾക്ക് ലളിതമായിട്ട് ചെയ്യാൻ കഴിയുന്ന പരിഹാരങ്ങൾ നമ്മൾ അവസാനം പറയുന്നുണ്ട്. ജീവിതത്തിലെ കാര്യം എടുക്കുകയാണെങ്കിൽ കുടുംബജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ 2027 ജൂണിന് ശേഷം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. സഹോദരരുമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് നോക്കുമ്പോൾ വയറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കൂടുതലും നിങ്ങൾക്ക് ഈ വർഷം വരാൻ പോകുന്ന ടെൻഷൻ മൂലം ഉണ്ടാകുന്ന ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് പണവും പദവിയും ജോലിയും എല്ലാം വരുമ്പോൾ തന്നെ ആ കൂടെ തന്നെ നിങ്ങൾക്ക് ശനിയുടെ ചെറിയ അപഹാരം ഉള്ളത് കൊണ്ട് ടെൻഷനുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ധാരണയോടുകൂടി ജീവിതത്തെ കാണുകയാണെങ്കിൽ ഈ ടെൻഷനുകളൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇനി വരുന്ന 2026 കാലഘട്ടത്തില്, അതായത് ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടത്തില് വിവാഹമാകാതിരുന്നവരുടെ വിവാഹത്തിനൊക്കെ ഒരു യോഗം കാണുന്നുണ്ട്. ഈ സമയത്ത് ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വിവാഹയോഗം ഉണ്ടാവുന്ന ഒരു സാധ്യത കാണുന്നുണ്ട്. 2027 ജൂണിന് ശേഷം ചെറിയ ഈഗോ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകാം. പ്രണയത്തിലാണെങ്കിലും ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ചെറിയ ഈഗോ പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാൻ കഴിയുന്നത്. 2026 ഓഗസ്റ്റ് മുതൽ 2027 ജൂൺ വരെ നിങ്ങൾക്കൊരു, കൃത്യമായിട്ട് പറഞ്ഞാൽ 2027 ജൂൺ 3 വരെ നിങ്ങൾക്കൊരു സുവർണ കാലഘട്ടം എന്ന് തന്നെ പറയാം. ധനവ്യാഴം വരുന്ന ഒരു സമയമാണ്. ധനപരമായിട്ട് നിങ്ങൾക്ക് വളരെയധികം മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ കർമ്മശനിയും ഒത്തുചേരുന്നതാണ്. ഈ കർമ്മശനിയിലാണ് നിങ്ങൾക്ക് ഒരു സ്ഥിരമായിട്ടുള്ള തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ പണവും വരുന്നത്. ഈ സമയത്ത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം മുന്നേറാൻ കഴിയുന്നതാണ്. 2027 ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ ഒരു അധ്വാനമൊക്കെ വേണ്ടി വരുന്ന സമയമാണ്. യാത്രകളൊക്കെ ഉണ്ടാവുന്ന സമയമാണ്. ധൈര്യമൊക്കെ വേണ്ട സമയമാണ്. ഈ കാലഘട്ടത്തിലും നിങ്ങൾ ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ വളരെ നല്ലൊരു സമയമായിട്ടാണ് കാണുന്നത്. ചുരുക്കി പറഞ്ഞാല് 2026 2027 വർഷം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും നിങ്ങളുടെ തൊഴിൽപരമായിട്ടും കുടുംബപരമായിട്ടും നിങ്ങൾക്ക് ഉയർച്ചയാണ് ഉണ്ടാവുന്നത്. നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലാം നന്നായിട്ട് പോകുന്നതാണ്. ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. ഇത് അന്യമതസ്ഥരാണ് കാണുന്നതെങ്കിൽ അവരവരുടെ ദൈവത്തിലും മതത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് ഏറ്റവും നല്ല ദിവസം എന്ന് പറയുന്ന വ്യാഴാഴ്ച ദിവസമാണ്. മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾ രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെ ഓം ഗ്രാം ഗ്രീം ഗ്രൗം സ ഗുരുവേ നമ എന്ന മന്ത്രം 108 തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് 108 തവണ നിങ്ങൾക്ക് ഏകാഗ്രമായിട്ട് ജപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 9 തവണയെങ്കിലും ജപിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾ കള്ളവും ചതിയും ഒക്കെ ഒഴിവാക്കേണ്ട ഒരു സമയം കൂടിയാണിത്. നിങ്ങൾക്ക് ക്ഷമയോടെ അധ്വാനിച്ചു കഴിഞ്ഞാല് നേട്ടം ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക. വ്യാഴത്തിന്റെ സ്ഥിതി എന്ന് പറയുന്നത് ഈ വർഷം 2026-2027 സ്ഥാനം 2ാം ഭാവത്തിലും 3ാം ഭാവത്തിലുമാണ്. അതുകൊണ്ട് ധനവും ധൈര്യവും ഒക്കെ നിങ്ങൾക്ക് വേണ്ടുവോളം വരുന്നതാണ്. അതുപോലെ തന്നെ ശനി 10ാം ഭാവത്തിലാണ് ഈ വർഷം മുഴുവൻ നിൽക്കുന്നത്. അതുകൊണ്ട് കർമ്മവും ജോലിയും നിങ്ങൾക്ക് കൃത്യമായിട്ടുണ്ടായിരിക്കുന്നതാണ്. രാഹു 8ലാണ്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ മുമ്പ് പറഞ്ഞ രാഹുവിന്റെ കാര്യത്തില് ചെറിയ ദോഷവുമുണ്ട്, എന്നാൽ ഗുണഫലങ്ങളുമുണ്ട്. രഹസ്യങ്ങളൊക്കെ പുറത്തു പോകാതെ ശ്രദ്ധിക്കുക. ബുധന്റെ സ്ഥാനം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ബുദ്ധിയിലും പഠനത്തിലും നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ ശ്രദ്ധ ചെലുത്താൻ കഴിയുന്നതാണ്. ചൊവ്വയുടെ സ്ഥാനം അനുകൂലമായതിനാല് സുഖ സൗകര്യങ്ങൾ കൂടുന്നതാണ്. അതോടൊപ്പം തന്നെ ചെലവും വർദ്ധിക്കുന്നുണ്ട്. ഇതും ഒന്ന് ശ്രദ്ധിക്കുക. മൊത്തത്തിലൊരു ഫലം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 80% നല്ല ഒരു ഫലമായിട്ടാണ് കാണുന്നത്. ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മാറിപ്പോകാവുന്നതേ ഉള്ളൂ. നമ്മൾ കൃത്യമായിട്ടുള്ള സമയങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞാണ് ഈ ഫലം പറഞ്ഞിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് കേട്ട് ആ സമയങ്ങളിൽ വേണ്ട മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ഇത് പുണർതം നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യുള്ള ഫലമാണ്. ഇതിൽ നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് വന്ന് നിങ്ങൾക്ക് ഭവിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.